ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റനായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തലവന് മാറുമെന്ന് ആഗ്രഹിച്ചവർക്ക് അപ്പാടെ നിരാശയാണ് ഫലം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 8 വിക്കറ്റിന്റെ പരാജയമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഏറ്റുവാങ്ങിയത്. സ്വന്തം തട്ടകത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയ ഏറ്റവും കുറഞ്ഞ സ്കോറാണ് ഈ മത്സരത്തിൽ പറഞ്ഞത്. കൊൽക്കത്തക്കെതിരായ മത്സരം ഒരു IPL മത്സരമായിരുന്നില്ല, ഒരു ടെസ്റ്റ് മത്സരം പോലെ എന്നാണ് ആരാധകർ പറയുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺസ് എടുക്കാനേ കഴിഞ്ഞു. ചെന്നൈ ബാറ്റിംഗ് നിര അപ്പാടെ തകർന്ന ഈ മത്സരത്തിൽ ഒരു സിക്സറും 8 ഫോറും മാത്രമാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ആകെ നേടാനായത്. ചെന്നൈ ഒരുക്കിയ സ്പിൻ പിച്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെ വീഴുകയായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി സുനിൽ നാരായൺ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മത്സരിക്കുകയായിരുന്നു. 3 വിക്കറ്റുകളാണ് താരം നേടിയത്. കൂടാതെ വരുൺ ചക്രവർത്തി 2 വിക്കറ്റും മോയിൻ അലിയും ഓരോ വിക്കറ്റുമാണ് നേടിയെടുത്തത്. KKRന്റെ സ്പിൻ ബൗളിംഗിന് മുന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നിലംപരിച്ചാവുകയായിരുന്നു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. ചെന്നൈ ബാറ്റ്സ്മാൻമാർ കുഴഞ്ഞ ഈ പിച്ചിൽ സുനിൽ നാരായൺ 18 പന്തിൽ 2 ഫോറും 5 സിക്സറുമാണ് പറത്തിയത്. ചെന്നൈ സൂപ്പർ കിങ്സ് പവർ പ്ലേയിൽ 31 റൺസ് നേടിയപ്പോൾ KKR നേടിയത് 71 റൺസാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും. മഹേന്ദ്ര സിംഗ് ധോണിയുടെ വരവോടുകൂടി മാറ്റം വരുമെന്ന് ചിന്തിച്ചെങ്കിലും അതിന് ഫലമുണ്ടായിട്ടില്ല. ഓപ്പണിംഗിൽ മികച്ചൊരു തുടക്കം ലഭിക്കുന്നില്ല. ഒരു ടെസ്റ്റ് മാച്ച് എന്ന പോലെ പതിയെയാണ് താരങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ മികച്ച റൺസ് ഇതുവരെയും ചെന്നൈ സൂപ്പർ കിങ്സിന് കണ്ടെത്താനായിട്ടില്ല. കൂടാതെ മധ്യനിരയിലും ആരും ഫോമിലല്ല. രാഹുൽ ത്രിപാഠി, ദീപക് ഹുഡ, ശിവൻ ദുബെ തുടങ്ങിയ താരങ്ങളെല്ലാം തന്നെ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുമില്ല. പിന്നാലെ എത്തുന്ന വിജയ് ശങ്കർ, രവീന്ദ്ര ജഡേജ, MS ധോണി, R അശ്വിൻ, നൂർ അഹമ്മദ് തുടങ്ങിയ താരങ്ങളൊന്നും തന്നെ മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ചെന്നൈ സൂപ്പർ കിങ്സ് വലിയൊരു ധർമ്മസങ്കടത്തിലാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് ഈ ടെസ്റ്റ് ശൈലിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ വരും മത്സരങ്ങളിൽ മികച്ച വിജയം നേടാൻ സാധിക്കൂ. കളിച്ച 3 മത്സരത്തിലും സ്വന്തം തട്ടകത്തിൽ വിജയം നേടാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചിട്ടില്ല. വരും മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ത് മാറ്റം വരുത്തുമെന്ന് കണ്ടറിയണം. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.